കുറച്ച് കണവ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ച് റോസ്റ്റ് വെക്കാമെന്ന്. കാരണം തോരനൊക്കെയല്ലേ സ്ഥിരം വെക്കണം. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് റോസ്റ്റ് പിടിച്ച്. സംഭവം കണവല്ല ഇങ്ങനെ. അപ്പോൾ നമുക്ക് ബേസിക്കലി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണവ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ എടുത്ത് കട്ടയ്ക്ക് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. അതാണ് പ്ലാൻ. സോ അതാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് വേറെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇത്തിരി മെനക്കെടുണ്ട്. ഇതിനകത്തൊരു പല്ലുണ്ട്. അപ്പം അത് മഷി പൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എനിക്ക് ക്ലീനിങ്ങിൻ്റെ വീഡിയോ എടുക്കാമെന്ന് എനിക്ക് വയ്യ, അതിനെ എടുക്കാൻ. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി എല്ലാ പൊടികളും ഇട്ട് ഇങ്ങനെ ഉള്ളിയൊക്കെ എടുത്ത് സെറ്റാക്കി അതൊന്ന് വാറ്റിയിട്ട് നമ്മൾ കണവ ഇതിനകത്ത് ഇടും. ഈ കണവയുടെ ഒരു കേസ് ഞാൻ പറഞ്ഞിട്ടോ. ഈ കണവ ഇവന്മാർക്ക് 3 ഹാർട്ടുണ്ട്, അറിയാം. അതാണ് ഇവന്മാർക്ക് 3 ഹാർട്ടുണ്ട്. പാവം. പിന്നെ ഇവന്മാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ന്യൂട്രിഷൻ വാല്യൂ ഉള്ളൊരു സാധനമാണ് ഈ കണവ. ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻ കണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ 100 ഗ്രാം കണവയിൽ നമുക്ക് അറൗണ്ട് 15 മുതൽ 16 ഗ്രാം പ്രോട്ടീനുണ്ട്. നമ്മളാരും ശ്രദ്ധിക്കാറില്ല. കണവ ഒരു ചെറിയ മീനല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ലോ ഫ്ലെയിം ഇട്ടിട്ട് ഇതിങ്ങനെ കുറേ നേരം ഇങ്ങനെ കുക്ക് ചെയ്യും. ഇപ്പോൾ നല്ല മണം വരും. മണം എന്നൊക്കെ പറഞ്ഞാൽ ഹിറ്റ് മണം. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വേവണം. വേന്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില്ലേ, ഇതിൻ്റെ മീറ്റില്ലേ, അത് ഭയങ്കര റബ്ബറി ആയിപ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഇതാകും. കുറച്ച് നേരം തന്നെ ഈ ഫ്ലെയിം കുഴപ്പമില്ല ഇട്ടിട്ട് ഇത് വറ്റണം. അപ്പം നമ്മൾ റോസ്റ്റ് അല്ലേ, അപ്പം ഒരല്പം സെമി ഗ്രേവി ആക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കുറച്ചും കൂടെ വറ്റിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കണവ് ഫ്രൈ സെറ്റ്. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം അത് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് എത്രയൊക്കെ എങ്ങനെയൊക്കെ ഇടണമെന്നുള്ളതെല്ലാം കറക്റ്റാണ് പറഞ്ഞുതരും. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു. അടിപൊളി ടച്ചിങ്സാണ് കേട്ടോ. വേറെ ലെവൽ സാധനമാണ്. അല്ല, ഇത് കറക്റ്റായിട്ട് വെന്ത് ഇത് അല്ലെങ്കിൽ റബ്ബറി ഫീലിംഗ് കിട്ടും. സോ ദിസ് വാസ് മൈ സാറ്റർഡേ. എൻ്റെ സാറ്റർഡേ കണവ ഡേ അല്ലെങ്കിൽ സ്ക്വിഡ് ഡേ. ഹോപ്പ് യു ഗൈസ് ഹാഡ് എ ഗ്രേറ്റ് വീക്കെൻഡ്. വേറെ വിശേഷമൊന്നുമില്ല. അപ്പം ആസ് യൂഷ്വൽ ടേക്ക് കെയർ. ബൈ ബൈ.